ദിവസങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള സാഹചര്യത്തിൽ എന്താണ് ഇന്ന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അഖിൽ പാലോട്ട് മഠം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ, ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ റിപ്പോർട്ടിൽ അലർട്ടിൽ പറയുന്നു? വീണ, സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുന്നില്ല. സംസ്ഥാനത്ത് ഉടനീളമായ ഒരു ഒറ്റപ്പെട്ട മഴയ്ക്ക് മാത്രമാണ് സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. അത് ഈ രാവിലത്തെ ഏറ്റവും ആദ്യത്തെ മഴ മുന്നറിയിപ്പ് വരുമ്പോഴാണ് ഇപ്പോൾ സംസ്ഥാനത്ത് 5 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് മാത്രമാണ് നൽകുന്നത്. അത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് നിലവിൽ ഇത്തരത്തിലൊരു യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. ബാക്കി എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ്, അതായത് മഴ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ബാക്കി 30-ാം തീയതിയും 1-ാം തീയതിയും 2-ാം തീയതിയും എല്ലാം തന്നെ സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. ഇത് അടുത്ത മണിക്കൂറുകളിൽ ചിലപ്പോൾ മാറാനും സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് മാത്രമാണ് സാധ്യത എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. അതിനോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും ഒക്കെ തന്നെ കർശനമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. വലിയ ശക്തമായ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമുണ്ട്. മധ്യ കേരളത്തിലടക്കമുള്ള ചില പ്രദേശങ്ങളിൽ, കോട്ടയത്തും അതുപോലെ തന്നെ പത്തനംതിട്ട പോലുള്ള ചില ജില്ലകളിലൊക്കെ തന്നെ ശക്തമായ കാറ്റിനെ തുടർന്ന് വലിയ മരങ്ങളടക്കം കടപുഴകി വീണ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം ഇന്ന് 10 മണിയോടുകൂടി തുറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശമാണ് റവന്യൂ വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നവർ, ശക്തമായ കാറ്റിന് സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ മുന്നറിയിപ്പുകൾ അനുസരിച്ചു മാത്രമേ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളൂ എന്നതാണ് സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും സംസ്ഥാനത്ത് മഴ വ്യാപിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അടുത്ത മണിക്കൂറുകളിൽ ഇനിയും മഴ മുന്നറിയിപ്പിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. വീണ.